ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇത് നോക്കുവാണെങ്കിൽ ഇത് മിനിസ്ട്രി ഓഫ് കൾച്ചർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതാണ് നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം. സോ ഇതിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി ഏതൊക്കെ പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നതെന്ന്. ഫസ്റ്റ് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നോക്കുന്ന ടെക്നീഷ്യൻ എ എന്ന് പറയുന്ന പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. അവിടെ 13 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫിറ്റർ, കാർപ്പൻ്റർ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കലിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഏതൊക്കെ യൂണിറ്റിലേക്കാണ് കൊടുത്തിട്ടുണ്ട്, കാറ്റഗറി വൈസ് ഉള്ള വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് വിളിച്ചിരിക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എ ആണ്. 9 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിലിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. മൂന്നാമത് വിളിച്ചിരിക്കുന്നത് ആർട്ടിസ്റ്റ് എ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ആർട്ടിസ്റ്റ് എ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നീട് വിളിച്ചിരിക്കുന്നത് ഓഫീസ് അസിസ്റ്റന്റ് ഗ്രേഡ് 3ലേക്കാണ്. 6 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് ടെക്നീഷ്യൻ എ എന്ന് പറയുന്ന പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. അത് 13 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സെൻട്രൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ലബോറട്ടറി കൊൽക്കത്തയിലേക്കാണ്. 8 പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഫിറ്റർ, കാർപ്പൻ്ററിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. രണ്ടാമത് വിളിച്ചത് സയൻസ് സിറ്റി കൊൽക്കത്തയിലേക്കാണ്. 2 വേക്കൻസി. അതുപോലെ തന്നെ റീജിയണൽ സയൻസ് സെൻറ്റർ ഭുവനേശ്വറിലേക്ക് 2 വേക്കൻസി. 3 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ കാൻഡിഡേറ്റിനാണ് 3 വേക്കൻസി. ഇനി ഇതിൻ്റെ പേ ലെവൽ നോക്കുകയാണെങ്കിൽ പേ ലെവൽ പറയുന്നത് 19,000 മുതൽ 63,200 വരെയാണ് സാലറി കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് കൊൽക്കത്തയിലാണ് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി 38,908 ആണ്. ഇനി നിങ്ങൾക്ക് ഭുവനേശ്വറിലാണ് കിട്ടുന്നതെങ്കിൽ 36,220 ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് SLC ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ 10ാം ക്ലാസ് പ്ലസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ SLC കഴിഞ്ഞ് 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ പറയുന്ന ട്രേഡിൽ, അതായത് ഫിറ്റർ, കാർപ്പൻ്റർ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് പറയുന്നത് 35 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇത് ജസ്റ്റ് നോക്കാം. രണ്ടാമത് വിളിച്ചിരിക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റ് 9 പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. 9 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സെൻട്രൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് കൊൽക്കത്തയിലേക്ക് 2 വേക്കൻസിയാണ്. ഒന്ന് ജനറൽ കാൻഡിഡേറ്റും ഒന്ന് ST കാൻഡിഡേറ്റും. പിന്നീട് നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം ഹെഡ്ക്വാർട്ടർ കൊൽക്കത്തയിലേക്ക് 3 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരുന്നത്. SC ഒന്ന്, EWS ഒന്ന്, ജനറൽ ഒന്ന്. പിന്നീട് വിളിച്ചിരിക്കുന്നത് സയൻസ് സിറ്റി കൊൽക്കത്ത 3 വേക്കൻസി റിപ്പോർട്ട് ചെയ്തത്. ജനറൽ ഒന്ന്, EWS ഒന്ന്, OBC ഒന്ന്. പിന്നീട് വിളിച്ചത് റീജിയണൽ സയൻസ് സെൻറ്റർ ഭുവനേശ്വറിൽ 1 വേക്കൻസിയാണ് ജനറലിൽ കാണിച്ച്. ഇതിൻ്റെ സാലറി പറയുകയാണെങ്കിൽ 29,200 മുതൽ 92,300 വരെയാണ് സാലറി നിർത്തിയിരിക്കുക. ഇനി അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഇവിടെ ഓരോന്നിനെ പറയാം. ടെക്നിക്കൽ അസിസ്റ്റന്റ് എയുടെ ആണെങ്കിൽ ഡിപ്ലോമ കോഴ്സ് 3 ഇയർ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ടെക്നിക്കൽ അസിസ്റ്റന്റ് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ഡിപ്ലോമ കോഴ്സ് 3 ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള. ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കൽ ആണെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സിവിൽ ആണെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. പിന്നെ ഇവിടെ ഏത് ലിമിറ്റ് പറയുന്നത് 35 വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് വിളിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന 2 പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. റിസർച്ച് കൊൽക്കത്തയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 2 പോസ്റ്റാണ് വന്നത്. ജനറൽ കാൻഡിഡേറ്റ് ആണ് വിളിച്ചിരിക്കുന്നത്. സാലറി നോക്കുന്നത് 19,000 മുതൽ 63,200 വരെയാണ് സാലറി നിർത്തിക്കുക. ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ ഫൈൻ ഓർ കൊമേഴ്ഷ്യൽ ആർട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് എക്സ്പീരിയൻസ് ഇൻ ഫൈബർ ഗ്ലാസ് ആർട്ടിസ്റ്റ് ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഏത് ലിമിറ്റ് 35 വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യുന്നവർക്ക്. പിന്നെ വിളിച്ചിരിക്കുന്നത് ഓഫീസ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ആണ് വിളിച്ചിരിക്കുന്നത്. 6 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിളിച്ചിരിക്കുന്നത് കൊൽക്കത്തയിലേക്ക് വിളിച്ചിട്ടുണ്ട്. സെൻട്രൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ലബോറട്ടറി കൊൽക്കത്തയിലേക്ക്, പിന്നെ ദിങ്കൽ സയൻസ് ഒഡീഷയിലേക്ക്, പിന്നെ സയൻസ് സിറ്റി കൊൽക്കത്തയിലേക്ക്. ഞാൻ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നിർത്തിക്കുക. 6 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി പേ ലെവൽ നോക്കുകയാണെങ്കിൽ 19,000 മുതൽ 63,000 വരെ നിർത്തിക്കുക. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. +2 ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ടൈപ്പിംഗ് ടെസ്റ്റ് ഇവിടെ പറയുന്നത് 35 വേർഡ്സ് പെർ മിനിറ്റ് 10 മിനിറ്റാണ് സമയം വരുന്നത്. ഇംഗ്ലീഷിൽ നോർത്തിരിക്കുക. +2 ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ഏത് ലിമിറ്റ് 25 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 885 രൂപയാണ്. ജനറൽ കാൻഡിഡേറ്റിനൊക്കെ വരുന്ന ഫീ പേയ്മെൻറ്റ് വരുന്നത് 750 രൂപ പ്ലസ് 18% GST കൂട്ടി 885 രൂപയാണ് വരുന്നത്. അതുപോലെ വുമൺ, SC, ST അതുപോലെ തന്നെ PWD എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റിനൊന്നും ഫീ പേയ്മെൻറ്റ് ഇല്ലെന്ന് ഓർത്തിരിക്കുക. ബാക്കിയുള്ള കാൻഡിഡേറ്റിനല്ല 885 രൂപയാണ് ഫീ പേയ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഇനി ഓൺലൈൻ ഫീ പേയ്മെൻറ്റിൻ്റെ അവസാന ഡേറ്റ് 23/5/2025. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 23/5/2025. അപ്പോൾ നല്ലൊരു വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിൻ്റെ മിനിസ്ട്രി ഓഫ് കൾച്ചർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതാണ്. കൊൽക്കത്തയിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.